വശങ്ങളിലേക്ക് ഒന്ന് പാളി നോക്കാതെ ഇതുവഴി കടന്നുപോകുന്നവർ ചുരുക്കമാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നവരിൽ കൗതുകം നിറയ്ക്കുകയാണ് പ്രവേശന കവാടത്തിലെ ചിത്രങ്ങൾ. കേരളത്തിന്റെ സാംസ്കാരിക അടയാളങ്ങൾ ചിത്രങ്ങളായി പകർത്തുമ്പോൾ അഭിമാനമായിരുന്നെന്ന് കലാകാരി അമ്പിളി തെക്കേടത്ത്. രാജ്യാന്തര ടെർമിനലിലേക്കുള്ള ഓവർബ്രിഡ്ജ് ടവറുകളിലാണ് കേരളത്തിന്റെ കലാരൂപങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, സാംസ്കാരിക ബിംബങ്ങൾ എന്നിവ നിറഞ്ഞിരിക്കുന്നത്. പിന്നിൽ കാണുന്ന ചിത്രങ്ങൾക്ക് പല ഭാവങ്ങളാണ്. രാത്രിയായാൽ നിറങ്ങളിലേക്ക് വെളിച്ചം വീഴും. പിന്നീട് ആ ചിത്രങ്ങൾ പല രൂപത്തിൽ തിളങ്ങും. കലാരൂപങ്ങൾ, എഴുത്തച്ഛൻ, പിന്നെ മലയാളം അക്ഷരമാല, ഇങ്ങനെ തുടങ്ങുന്ന കലായാത്ര നാടിന്റെ ആധുനിക മുഖം പകർത്തിക്കൊണ്ടാണ് അവസാനിക്കുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്തെ ദേവ ക്രിയേഷൻസ് സ്ഥാപകരായ അമ്പിളി തെക്കേടത്ത്, സനു ക്രാരിയേലി എന്നിവരുടെ നേതൃത്വത്തിൽ 3 മാസം എടുത്താണ് പ്രവേശന കവാടത്തിലെ ചിത്രങ്ങൾ പൂർത്തിയായത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് തത്സമയം. രാഹുൽ, എത്ര അടിപൊളി കാഴ്ചയല്ലേ? ശരിക്കും അന്താരാഷ്ട്ര വിമാനത്താവളമാണ്, വിദേശികൾ ഒരുപാട് എത്തുന്ന ഇടമാണ്. നമ്മുടെ വർക്കലയിലേക്കൊക്കെ ഒരുപാട് പേര് ഇവിടെ നമ്മുടെ കേരളത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായി എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ആ ഒരു വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടിട്ടാണ് അവർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്തി എന്നുള്ളത് അവിടെ നിന്ന് തൊട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ ഒരു മനോഹര കാഴ്ച അവിടെ നിന്നേ അവർക്ക് കണ്ടു തുടങ്ങാം എന്നുള്ളതാണ്. ശരിക്കും എനിക്കതിന്റെ ആ ഒരു രാത്രി കാഴ്ചയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അടിപൊളിയല്ലേ? അത് തന്നെയാണ് ഹിമ പറഞ്ഞു തുടങ്ങിയത് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താണ് തിരുവനന്തപുരം, എന്താണ് കേരളം എന്ന് ചോദിക്കുമ്പോൾ അതാണെന്ന് കാണിച്ചു കൊടുക്കാനൊരു തൂണുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ റൈറ്റ്നറി എവിടെയൊക്കെ പോകാം, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സൂചികയായി ചിത്രങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ പൊങ്കാലയുടെ ദൃശ്യങ്ങളുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തിന് സ്വന്തമായും ഒപ്പം കേരളത്തിൻ്റെ എല്ലാ സാംസ്കാരിക മൂല്യങ്ങളും ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടെ പോകേണ്ടിയിരുന്നല്ലോ എന്ന ആളുകൾ തോന്നുന്ന രീതിയിലേക്കുള്ള ചിത്രം വരകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം ഈ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയത്, കാരണം ഇത് വരച്ചു തുടങ്ങിയ ഘട്ടത്തിൽ ഞാനത് അറിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ നമ്മളിത് അറിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം കൂടി പങ്കുകയാണ്. കാരണം ഇത്രയും വലിയ ടവറുകളിൽ അമ്പിളി തെക്കേടത്ത് എന്ന് പറയുന്ന കലാകാരി ഇത് വരയ്ക്കുന്നു. ഒപ്പം അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് വരയ്ക്കുമ്പോൾ ആ ഘട്ടം മുതൽ ഒന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചു. കാരണം അത്രമാത്രം നമുക്കറിയാം, കാലാവസ്ഥ അറിയാം, വെയിലാണ്, നല്ല ചൂടാണ്. ആ ഘട്ടത്തിലൊക്കെ വലിയ ടവറുകളിൽ മനോഹരമായ ചിത്രങ്ങൾ അത്രമാത്രം ശ്രദ്ധയോടുകൂടി വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതിന് കഴിഞ്ഞില്ല എന്നൊരു പ്രശ്നമുണ്ടെങ്കിലും പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ നമ്മൾ മിസ് ചെയ്തത് ഒരു ശബ്ദശകലമാണ്, ബൈറ്റാണ്. അത് ഈ കലാകാരിയുടെയാണ്. ആ കലാകാരി ഇന്ന് ജീവിതത്തിലൊരു ആശങ്ക, ഇന്നത്തെ ദിവസം ഒരു ആശങ്ക അനുഭവിക്കുകയാണ്. ഒരു പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇത്തരം വരകൾ പ്രചോദനമായി മാറും. ബാക്കി വയ്ക്കുന്ന ഈ കലാരൂപങ്ങൾ പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രമാണ് നിലവിൽ ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും ഇത്തരത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കടന്നു പോകുന്നവരെല്ലാം ഒന്ന് പാളി നോക്കുകയാണ്. നമ്മൾ കണ്ടില്ലല്ലോ എന്ന്. രാത്രിയാണ് ഏറ്റവും പ്രധാനമായ ആ ദൃശ്യ വിരുന്നുള്ളത്. കാരണം ഒരു ഗ്രാഫിക്കൽ പടം പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അത്രമാത്രം തിളക്കമുള്ള ചിത്രങ്ങൾ പോലെ നമുക്ക് തോന്നുന്ന രീതിയിലേക്കാണ് ആ ലൈറ്റ് വീഴുമ്പോൾ അതിൻ്റെ ഭാവങ്ങൾ മാറുന്നത്. അപ്പോൾ ഈ ചുറ്റുപാടുമുള്ള എല്ലാത്തിലും കലയുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പറയുന്ന കല അങ്ങ് പടർത്തിയാൽ മതി, ഉള്ള സാധനം നമ്മൾ പുറത്തേക്ക് എടുത്താൽ മതി എന്നുള്ള വലിയ ആശയമാണ് പങ്കുവയ്ക്കുന്നത്. അത് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ തന്നെ കയറി പോകുന്ന ആ ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഭയങ്കര രസമായ ഒരു കാഴ്ചയാണ്. അതിൽ ഇങ്ങനെയും ഒരു സാധ്യതയുണ്ടെന്ന് കണ്ടെടുത്തവരും ആ സാധ്യതയിലേക്ക് കലയെ കൊണ്ട് ചേർത്തവരുമൊക്കെ എന്താ പറയുക, നമുക്ക് അതുല്യമായ കാഴ്ച സമ്മാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മനോഹരമായ കാഴ്ചയുടെ വിരുന്നായി മലയാളികൾക്ക് കണ്ട് ആസ്വദിക്കാം എന്നതിനപ്പുറത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും ഇതൊരു മാപ്പ് പോലെ ഉപയോഗപ്പെടുമല്ലേ? കാരണം ഇത് കണ്ട് ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്, ഈ സ്ഥലത്തേക്ക് ഞാൻ എന്തായാലും പോകണം, എവിടെയാണെന്ന് തേടി പിടിച്ച് പോകണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ അവരുടെ മനസ്സിൽ ഇത് കാണുമ്പോൾ തന്നെ തോന്നുമല്ലേ? തന്നെയാണ്, തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഗൈഡ് ചെയ്യുന്ന ആളുകളെക്കാൾ ഒരുപക്ഷെ ചുറ്റും നിന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ തൂണിനടുത്തായിരിക്കും. കാരണം വണ്ടികൾ ആദ്യം എത്തുക ഒന്ന് ഹോട്ടൽ മുറിയിലേക്കോ അല്ലെങ്കിൽ ആദ്യം പോകാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്കോ ആയിരിക്കും. പക്ഷേ ഇവിടെ നിന്നിട്ട് നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെ ഐറ്റിനറിയിൽ കുറിച്ച് വെച്ച, ഞങ്ങൾ ഡയറിയിൽ കുറിച്ച് വെച്ച സ്ഥലങ്ങളിൽ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് ആ തൂണിന് ചുറ്റും നടന്ന ആളുകൾ നോക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ വരുമെന്നുള്ളത് ഉറപ്പാണ്. അത് തന്നെയായിരിക്കും അവരെ ദിശാസൂചിക. ഇതെല്ലാം കണ്ടു തീർക്കണം. ചിലതൊക്കെ നമുക്കറിയാം, ഇപ്പം ആറ്റുകാൽ പൊങ്കാലയായാലും അല്ലെങ്കിൽ ആറാട്ട് ഉത്സവമായി ബന്ധപ്പെട്ട ആറാട്ടായാലും അത് പല ദിവസങ്ങളിലും പല ഘട്ടങ്ങളിലൊക്കെയാണ്. അപ്പോൾ ആ ഘട്ടമൊക്കെ നോക്കി വെച്ച് ആ ഘട്ടത്തിൽ കൂടി ആളുകൾ എത്തുന്ന തരത്തിലേക്ക് അത് ജനകീയമാക്കാനും സജീവമാക്കാനും ഇപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിലും ആ ഒരു തൂണിലൂടെ ഒരു കലാരൂപത്തിലൂടെ ജനകീയമാക്കാനുള്ള ഒരു വഴിയിലേക്ക് ഇത് എത്തും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതിനൊപ്പം ഈ കലാകാരെ കൂടി, ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കലാകാരെ കൂടി, കാരണം ലൈറ്റ് വീഴുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ദൃശ്യങ്ങൾ കാണാം.
അങ്ങനെയൊക്കെ വരയ്ക്കാൻ കഴിയുന്ന പുതിയ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മളെ ഭയങ്കരമായി ആകർഷിക്കും. അത്തരം ചിത്രങ്ങൾ കൂടി കാണാൻ അവസരമൊരുക്കിയ ഇവരെ എല്ലാവരും, ഈ ആശയം കൊണ്ടുവന്നവരെയും ഒപ്പം കല ചേർത്തവരെയും എല്ലാം നമ്മൾ നന്ദിയോടുകൂടി സന്തോഷത്തോടെ ഓർക്കുകയാണ് ഹിമ. തീർച്ചയായും രാഹുൽ, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുന്നിൽ ഇത്രയും മനോഹരമായ ആ ഒരു കാഴ്ച ഒരുക്കിയ കലാകാരന്മാർക്ക് ആദ്യം തന്നെ വലിയൊരു കയ്യടി. കേരളത്തിന്റെ സാംസ്കാരിക പെരുമയുടെ രൂപങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. വിദേശികൾക്ക് എന്തായാലും വലിയ സന്തോഷവും കൗതുകവും ഉണ്ടാകും ഇത് കാണുമ്പോൾ. അവർക്ക് ഇനി ഒരു മാപ്പിന്റെ ഒരു സഹായം ഇല്ലാതെ ഇത് കണ്ട് തന്നെ ഇത് ഏതാണ് ഈ ഒരു ആഘോഷം, ഇത് എവിടെ ചെന്നാൽ എപ്പോൾ കാണാൻ പറ്റും എന്നൊക്കെ അവർക്ക് അതിനനുസരിച്ച് തന്നെ പ്ലാൻ ചെയ്യാം. എന്തായാലും ഗംഭീരമായ കാഴ്ച. ശരി രാഹുൽ.